ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ബുദ്ധിബുധനായിരുന്നു. അപ്പോൾ രാവിലെ പള്ളിയിലെല്ലാം പോയി കുരിശെല്ലാം വരച്ചു. അങ്ങനെ വന്നു. RC-ക്കാർക്ക് തിങ്കളാഴ്ചയായിരുന്നു 16-ാം തീയതി. ഞങ്ങൾക്കിന്ന് 18-ാം തീയതി ബുധനാഴ്ചയാണ്. ഞങ്ങൾ ബുധനാഴ്ച ദിവസം തന്നെയാണ് ആചരിക്കാറ്. ലത്തീനാണേ. അപ്പം പള്ളിയിലെല്ലാം പോയി വന്നു. പിന്നെ എന്താ പറയുക, മക്കൾ സ്കൂളിൽ പോയി. അപ്പം അങ്ങനെയായിട്ട് ഇന്ന് ഹാപ്പിയാണ്. ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ. മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടേ പോയി, പകുതി വരെ പോയി. അപ്പം അന്നേരം എന്താ പറയുക, കാല് പെട്ടെന്ന് കുഴച്ചിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പോന്നു. എന്തറിയില്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് കാലിനൊരു കുഴച്ചിലുണ്ട്. മിനിയാന്നൊന്ന് വീടിൻ്റെ ഉള്ളിലൊന്ന് വീണ് കുഴഞ്ഞിട്ട്. പിന്നെ ഇന്നലെ വീണ്ടും ഫോൺ എടുക്കാൻ വേണ്ടി കട്ടിലേക്ക് കയറിയതാണ്, വീണ്ടും ആയി. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു എന്നോട്, മോൻഷാ നീ ഇങ്ങനെ വാതിലടച്ചുകൊണ്ടിരിക്കേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാതിലൊന്നും തുറക്കാൻ പറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ, പക്ഷേ ഏട്ടൻ അതിനോട് അപ്സെറ്റ് ആവണില്ല. ഞാൻ ചോദിച്ചപ്പോൾ യോജിപ്പല്ലായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നിന്നുള്ള ഓരോ ഓർഡർ ഉണ്ട്. കാരണം രാവിലെ മക്കളായിക്കോട്ടെ ഏട്ടനായിക്കോട്ടെ, ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടാണ് മക്കളും പറയാൻ തുടങ്ങി കേട്ടോ. അപ്പം എന്നോട് പറയും, നീ വീട്ടിൻ്റെ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചിട്ടിരിക്കണം, വാതിൽ തുറന്നിടരുത്, എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം, അത്യാവശ്യം വന്നാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ. അങ്ങനൊരു ഓർഡറും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും സുഖമില്ലാത്തല്ലേ, അഥവാ മുറ്റത്ത് എന്തെങ്കിലും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒരു മനുഷ്യനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഒന്നും തോന്നണ്ട, കെയറിങ് വേണ്ടേ. ഏട്ടനൊരു സമാധാനം ഇല്ല കേട്ടോ വർക്കിന് പോയി കഴിഞ്ഞാൽ. കാരണം വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ ചിന്ത തന്നെ ഉള്ളൂ, എനിക്കിങ്ങനെ ഉണ്ട്, ഇപ്പോൾ ആൾക്ക് വയ്യാതെയാണോ അങ്ങനെയുള്ളൊരു ചിന്ത. ഞാൻ അങ്ങോട്ട് നോക്കി വേറെ ഒന്നുമില്ല, അവിടെ ആരുമില്ല, കണ്ണറിഞ്ഞ് വീണ ഏട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അപ്പം ഭയങ്കര കെയറിങ് കേട്ടോ ആൾ. എന്താ വെച്ചാൽ ആൾ വർക്കിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയൊന്ന് വിളിക്കും, നീ എന്ത് ചെയ്യണ്, ചായ അടിച്ചോ എന്നൊക്കെ ചോദിച്ച് വിളിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ചായ അടിക്കാൻ ഇറങ്ങുമ്പോൾ വിളിക്കും, എന്ത് ചെയ്യണ്, ഞാൻ ചായ അടിക്കാണ്, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് വെച്ചിട്ട് വിളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിക്കേ. പിന്നെ പുള്ളി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് എന്നെ വീണ്ടും വിളിക്കും, ഊണ് കഴിച്ചോ, ഞാൻ കഴിക്കാൻ കയറുകയാണ്, ഊണ് കഴിച്ച് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നീ കഴിക്കാപ്പോഴത്തേക്കും പറയും. അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി എന്നെ വിളിക്കും. നിങ്ങൾ ഓർക്കണം, ഒരു ദിവസം എത്ര തവണ എന്നെ വിളിക്കുന്നു എൻ്റെ ഏട്ടൻ വർക്കിന് പോയി കഴിഞ്ഞാന്നുള്ള. ആ സമയം കണ്ടെത്തി എന്നെ വിളിക്കും കേട്ടോ. അപ്പോൾ വിളിക്കാതിരിക്കുന്നൊരു സാഹചര്യം വെച്ചാൽ മക്കൾ വീട്ടിൽ ഉണ്ടെങ്കിൽ വിളിക്കില്ല. അപ്പോൾ എല്ലാവരും ഏട്ടനെ കളിയാക്കട്ടെ, നീ എന്തത് എപ്പോൾ നോക്കിയാലും പെണ്ണുങ്ങളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും വിളിച്ചിട്ടാണല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കും അത്ര കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഏട്ടൻ പറയും, ഞാൻ വിളിക്കും അങ്ങനെ ഇത്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് വിളിക്കണേ എന്ന് പറഞ്ഞോട് ചോദിച്ചാൽ, എന്തിനാ നമ്മൾ നമ്മുടെ ഇതൊക്കെ മറ്റുള്ളവരെ അറിയിക്കണേ, നീ ഒറ്റയ്ക്കാണെന്നുള്ളത് അറിയിക്കണ്ടല്ലോ എന്നുള്ളത്, ഞാൻ മാത്രം അറിഞ്ഞാൽ പോരെ എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏട്ടൻ പണി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ വിളിക്കും. ഞാൻ പണി കഴിഞ്ഞു, എന്താ വരുമ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറയും കേട്ടോ, ഇന്നേ വേണം എന്നൊക്കെ. ഒന്നും വേണ്ടാത്ത ദിവസമാണെങ്കിൽ ഒന്നും വേണ്ട ഏട്ടാ, എന്തെങ്കിലും നീ ചായക്ക് അടിക്കാൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുന്നാൽ മതി അങ്ങനെ പറയും കേട്ടോ. പിന്നെ ഏട്ടൻ എന്താ പറയും, തിരിച്ച് ഇവിടെ എത്താനാവുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ ഷോപ്പിലാണ്, വേറെ എന്തെങ്കിലും വേണോ ഓർത്ത് വയ്ക്കിയേ, എന്തെങ്കിലും വേണോ വെച്ചിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറയും, വേണ്ട ഏട്ടാ, ഒന്നും വേണ്ട ഏട്ടാ, അങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി അറിയും. അതിൻ്റെ ഏട്ടൻ വന്ന് കഴിഞ്ഞാണ്ട് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കേട്ടോ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരും. വന്നു കഴിഞ്ഞാൽ അത് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, കിസ്സൊക്കെ ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. വരുമ്പോഴും അതെ അങ്ങനെ തന്നെയാണ്. എനിക്ക് വയ്യ എന്ന് കേട്ടോ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷൻ വെച്ചാൽ മക്കളാണെങ്കിലും ആളാണെങ്കിലും തീരെ ഒരു ബലമില്ല. എനിക്ക് വയ്യ കേട്ടോ, ഭയങ്കര തളര് വരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കും, ദൈവമേ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ പറ്റിക്കഴിഞ്ഞ് പോയാൽ
എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആരാ ഉള്ളേ? പിന്നെ ഞാനില്ലാത്തൊരു നിമിഷം അവർക്കൊട്ടും അത് അപ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് തല്ലൂടും ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ നല്ല തല്ലൂടും. ഞങ്ങൾ തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കും. അങ്ങോട്ട് തല്ലും ഇങ്ങോട്ട് തല്ലും ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്നേഹത്തിനൊരു കുറവില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും അതെൻ്റെ ഏട്ടൻ പള്ളി കഴിഞ്ഞ് ഏട്ടനും കണ്ട് കൊടുന്നാക്കാൻ തരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വർക്കിന് പോയി. ഞങ്ങൾ രണ്ടാളും കൂടെ പോയ വർക്കിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ എന്നെ കയറ്റി തന്നു. കയറി കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ പോയി. എന്നിട്ട് ഞാൻ അവിടെ വന്നു. എത്തി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച്, നീ എത്തിയോ, വീട്ടിലെത്തി വെച്ചു ആന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ വിളിച്ച് മക്കൾ പോയോ, നീ ഭക്ഷണം ചോദിച്ചിട്ട്. കർത്താവേ ഇപ്പം തന്നെ ഒന്നും എന്നെ ദൈവം വിളിക്കല്ലേ എന്നുള്ളൂ. ആ ഒരു പ്രാർത്ഥന ഉള്ളൂ കേട്ടോ. എത്ര തന്നെ ആയാലും മക്കളെ വലുതായി എന്നിട്ടൊക്കെ മതി അല്ലേ. എല്ലാ സാധനങ്ങളും നല്ലതിനാണേ.